പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണെന്ന കൃത്യമായ സൂചനകൾ നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ അതീവ ഗുരുതരമായ സൈനിക മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ വധിക്കാൻ ഇറാൻ ആഗോളതലത്തിൽ ഗൂഢാലോചന നടത്തുന്നു എന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാനെ പൂർണ്ണമായും തകർക്കാൻ ശേഷിയുള്ള 1000 മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും തൊടുക്കാവുന്ന രീതിയിൽ അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രഖ്യാപിച്ച ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിടാൻ ഇറാൻ തുനിഞ്ഞാൽ അതിശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് നിലവിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നത്. തനിക്കെതിരെ ഇറാൻ പുതിയ വധശ്രമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കയ്ക്ക് നിർണായക വിവരങ്ങൾ കൈമാറിയിരുന്നു. വർഷങ്ങളായി താൻ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്ന് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2020 അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിൽ ഇറാന്റെ പ്രമുഖ കമാൻഡർ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ ശത്രുത ഇത്രത്തോളം രൂക്ഷമായത്. തന്നെ വധിക്കാൻ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചാൽ അവർ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ ബോംബാക്രമണങ്ങളിലൂടെ ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കാൻ താൻ സൈന്യത്തിന് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തി. 1 വർഷം വരെയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കാവുന്ന ശക്തമായ ആക്രമണത്തിന് അമേരിക്കൻ സൈന്യം സജ്ജമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജന്മനാടായ മഷാദിൽ 6 ദിവസം നീണ്ടുനിന്ന വിലാപയാത്രകൾക്ക് ശേഷമാണ് സംസ്കരിച്ചത്. ഈ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ഇറാൻ ജനതയാണ് അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ ഇറങ്ങിയത്. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലും വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. അദ്ദേഹത്തിന്റെ മകനും പുതിയ നേതാവുമായ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാനാണ് ഇറാന്റെ നീക്കം. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കണമെന്ന തരത്തിൽ ഉയർന്ന പരസ്യമായ ആഹ്വാനങ്ങളാണ് വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം ലഘൂകരിക്കുന്നതിനായി ഒരു താൽക്കാലിക വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിരുന്നു. എന്നാൽ കേവലം 3 ആഴ്ചകൾ മാത്രം ആയുസ്സുണ്ടായിരുന്ന ഈ സമാധാന ശ്രമങ്ങളെ പാടെ തകിടം മറിച്ചുകൊണ്ടാണ് പുതിയ ആക്രമണങ്ങൾ ഉണ്ടായത്. ആഗോളതലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇന്ധന വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഖത്തറിന്റെ ഉൾപ്പെടെയുള്ള 3 വലിയ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും അവസാനിപ്പിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി അമേരിക്കൻ സൈന്യം ഇറാന്റെ 90ഓളം സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അതിശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസ്, ബുഷഹാർ പ്രവിശ്യകളിലെ സൈനിക കേന്ദ്രങ്ങൾ ഈ ആക്രമണത്തിൽ വലിയ രീതിയിൽ തകർക്കപ്പെട്ടു. അമേരിക്ക നടത്തിയ ഈ അതിശക്തമായ തിരിച്ചടിയിൽ ഇറാന്റെ സൈനിക താവളങ്ങൾ മാത്രമല്ല ചില പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. ടെഹ്റാനും മഷാദും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനുകളും പാലങ്ങളും തകർത്ത അമേരിക്കൻ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ഏക ആണവ നിലയമുള്ള ബുഷഹറിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയും അമേരിക്കയും ഇസ്രയേലും സംയുക്തമായാണ് ബോംബെറിഞ്ഞത്. ഇതേ തുടർന്ന് ആണവ നിലയത്തിൽ ജോലി ചെയ്തിരുന്ന റഷ്യൻ ജീവനക്കാരെ റഷ്യ അടിയന്തരമായി ഒഴിപ്പിക്കുക പോലുമുണ്ടായി. ഇതിന് മറുപടിയായി കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വലിയ തോതിൽ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു നീക്കമുണ്ടായാൽ ഇസ്രയേലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധപ്രഖ്യാപനങ്ങളും മിസൈൽ ഭീഷണികളും ഒരു വശത്ത് തുടരുമ്പോഴും പൂർണ്ണമായൊരു റീജിയണൽ യുദ്ധം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും അണിയറയിൽ സജീവമാണ്. തങ്ങളുടെ LNG ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആശങ്കയിലായ ഖത്തറിന്റെ ഒരു ഉന്നതതല നയതന്ത്ര സംഘം അടിയന്തരമായി ടെഹ്റാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനും മധ്യസ്ഥത നിലനിർത്താനുമാണ് ഖത്തർ ശ്രമിക്കുന്നത്. ചർച്ചകൾ തുടരാൻ ഇറാൻ തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ വെടിനിർത്തൽ പൂർണ്ണമായും അവസാനിച്ച സാഹചര്യത്തിൽ ഈ ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ട്രംപ് സംശയം പ്രകടിപ്പിച്ചു. അമേരിക്കയെ തങ്ങൾ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും ഏതൊരു വലിയ അധിനിവേശത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നുമാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയെ വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങളാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ ചെറിയ നീക്കവും ഒരുപക്ഷെ വൻ ദുരന്തത്തിന് കാരണമായേക്കാവുന്ന തരത്തിലാണ് അമേരിക്കയുടെ മിസൈലുകൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയതുപോലെ ആവശ്യമെങ്കിൽ കൂടുതൽ ശക്തമായി സൈനിക നടപടികളിലേക്ക് കടക്കാൻ ഇസ്രായേലും തയ്യാറായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷയും ആഗോള ഇന്ധന വിപണിയുടെ സ്ഥിരതയും വലിയ പ്രതിസന്ധിയിലാണ്.
വൻ ശക്തികൾ തമ്മിലുള്ള ഈ യുദ്ധവെറിയും നയതന്ത്ര പരാജയങ്ങളും ആഗോളതലത്തിൽ തന്നെ ഗുരുതരമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ മേഖല വലിയൊരു നാശത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന മുന്നറിയിപ്പാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.